എത്ര തവണ മരണത്തെ മുഖാമുഖം കണ്ടു? 16 തവണ. 16 പ്രാവശ്യം പാമ്പ് കടിച്ചിട്ട്. അതിൽ സുരേഷ് തന്നെ പോയി എന്ന് തോന്നിയത് ഏത് വർഷമായിരുന്നു? ഒരു പ്രാവശ്യം തോന്നിയിട്ടില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അത് ആന്റി സ്നേക്ക് വെനം അല്ലാതെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വേറൊരു മറുമരുന്ന് ഇല്ല അതിന്. അത് ഒന്നുകിൽ വൈദ്യന്മാർ കൊടുക്കുന്ന മരുന്നുകൾ വിജയിക്കുന്നത് അത് ഒന്നുകിൽ ഡ്രൈ ബൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ടുണ്ടാവില്ല. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് എന്താ ദേശീയ പുരസ്കാരം കൊടുത്തു. എന്താണ് പത്മശ്രീ കൊടുത്തത്? എന്തിനാ കൊടുത്തത്? നാടൻ ചികിത്സാ രീതി പാമ്പുകളെ ചികിത്സിച്ച് 369 പേരെ രക്ഷിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത്. അപ്പൊ നിങ്ങൾ അത് മാത്രം പറയരുത്. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. നട്ടലല്ലേടെ നിന്റെ മുഖത്തിരിക്കുന്ന ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്, അംഗീകരിച്ച്. സർപ്പ വോളണ്ടിയേഴ്സിന് മാത്രമേ നിയമപരമായിട്ട് കേരളത്തില് പാമ്പിനെ ഹാൻഡിൽ ചെയ്യാനും റെസ്ക്യൂ ചെയ്യാനും ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലോ. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? മറന്ന് പറഞ്ഞ് പിടിക്കുന്ന ആൾക്കാര് പാമ്പിനെ കൊണ്ട് പല ജനവാസ മേഖലയിലും തുറന്നു വിടുന്നുണ്ട്. തെളിവ് സഹിതം എന്റെ ഉണ്ട്. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഞാൻ വിട്ട കാര്യം കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പുള്ളിന്ന് പാമ്പിനെ പിടിക്കുന്നില്ലേ? ഇപ്പോഴും പിടിക്കുന്നുണ്ട്. ചൂടാവാതെ തമ്പുരാട്ടിയുടെ വീറൊക്കെ ഇവിടത്തെ ഞൊത്ത തമ്പുരാക്കന്മാരോട് കാണിച്ചാൽ മതി. ഇവിടെ ചെലവാവില്ല. കൊച്ചിപ്പോ രാജഗോപാലെ പിടിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നോ? ഒരാളിങ്ങനെ കാലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തലയിൽ പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ തലയിൽ പിടിക്കുന്നതാണ് കംപ്ലൈന്റ്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒറ്റ വംശക്കാർക്ക് മാത്രമേ പാമ്പിനെ വനമെടുക്കാൻ പെർമിഷൻ ഉള്ളൂ? അറിയാലോ, ഇരുള സമുദായം, ഇരുള സൊസൈറ്റിക്ക് മാത്രം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നീയാണ് മോനെ ആൺകുട്ടി. ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. പാമ്പ് ചത്തിട്ടില്ലെന്ന് സുരേഷ് പറയട്ടെ. ഉർവശിയോ, മേനകയോ, അതോ രംഭയോ, പ്രിയങ്ക ചോപ്രയോ, ടെസ്നി ഖാനോ, ബീന ആന്റണിയോ? പാമ്പ് ചത്തിട്ടില്ലെന്ന് സുരേഷ് പറയട്ടെ. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ പാമ്പുകൾ മരിക്കാറുണ്ട്. എങ്ങനെയാണ്? ചില മണ്ണെണ്ണ ധാരാളം ഒഴിക്കാറുണ്ട്, ഒത്തിരി മണ്ണെണ്ണ ഒഴിച്ച് കിട്ടാറുണ്ട്. ആ കുപ്പിക്കകത്ത് ചിലപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അന്നോ പിറ്റന്നോ മരിച്ചു രക്ഷപ്പെടത്തില്ല, വിടാനും പറ്റില്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്താണ് ഒരു പാമ്പ് ആണാണോ പെണ്ണാണോ ഇത്ര പ്രായം എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം, നിങ്ങൾ വായിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് റോമനസ് വിറ്റേക്കറിനോ ചോദിക്കുന്നില്ല? അദ്ദേഹം വെയിറ്റ് ചെയ്യും. നാട്ടിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, പാമ്പിന്റെ തല നോക്കിയും ചൽക്കങ്ങൾ നോക്കിയും ടൈലിന്റെ എണ്ണം നോക്കിയും ആണും പെണ്ണും പറയാൻ പറ്റുന്ന പറയുന്നുണ്ടല്ലോ. ഓഡിയൻസ് എനിക്ക് വരാനല്ല, അവിടെ ഇരിക്കുന്ന എല്ലാവരും നെഗറ്റീവ് മാത്രമേ പുള്ളിക്കാരന്റെ കാണുന്നുള്ളൂ. അവള് നമ്മളെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയല്ല, നിന്നെ പറ്റി. ഇനിയിപ്പോ എന്താ ചെയ്യാ? നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. സ്വയം നെഗറ്റീവ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുള്ള മറ്റൊരാളുടെ നെഗറ്റീവ് വേണ്ടെന്ന് വെക്കുമ്പോ ഒരു തമ്മിൽ തലേ കയറുന്നു. ഞാൻ